യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിന് അപമാനകരമായ സംഭവമാണ് ആലപ്പുഴയിൽ മാത്രമല്ല, എടക്കാടും കണ്ണൂരൊക്കെ ഉണ്ടായി. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ കരിങ്കൊടി കാണിക്കാൻ റോഡരികിൽ നിന്ന് KSU, യൂത്ത് കോൺഗ്രസ്, അതുപോലെ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് നേരെ അവിടെ ചെടിച്ചട്ടി കൊണ്ടും അതുപോലെയുള്ള മറ്റു മാരകായുധങ്ങൾ കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടു. ആലപ്പുഴയിലെത്തിയപ്പോൾ അത് കുറെ കൂടി പ്രകടമായി. ഒരുപക്ഷെ CPM-കാർ ഇവിടെ ഇറങ്ങിയില്ല. പകരം ആലപ്പുഴയിലെ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതുകൊണ്ട് ആവർത്തിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച 2 യുവാക്കൾ ഒരു വഴിയിൽ നിൽക്കുന്നു. അവരെ പോലീസ് പിടിച്ചു മാറ്റി ഒരു കടയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അടിക്കുന്നു. സ്വാഭാവികം, പോലീസ് അടിക്കണമെന്നുള്ളത് വേറെ കാര്യം, പക്ഷെ അടിച്ചു. അത് കഴിഞ്ഞ് വണ്ടി പോയി, മുഖ്യമന്ത്രി പോയി. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉള്ള കാർ വരുന്നത്, ബ്ലാക്ക് കാർ. ആ ബ്ലാക്ക് കാറിൽ നിന്ന് 2 പേർ വടിയുമായി ഇറങ്ങി. അത് സാധാരണ വടിയല്ല, പോലീസ് ആക്ട് അനുസരിച്ച് അങ്ങനെ ഒരു വടി ഗവൺമെന്റിൽ ആവശ്യമില്ല. ഗവൺമെന്റിൽ തോക്കാവാം, തോക്കൊണ്ട് അടിച്ചാൽ എനിക്ക് മനസ്സിലാവും അയാളെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഈ വടി കരുതിയിരുന്നു. എവിടെ നിന്ന് കരുതിയിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇവരെ ഈ വടി വന്നത്? പെട്ടെന്ന് ആലപ്പുഴ വന്നപ്പോൾ ആലപ്പുഴ നഗരത്തിൽ ഈ വലിയ നീണ്ട വടിയിൽ, ആത്തിയല്ല അത്, ആഞ്ഞടിക്കുന്നു. കഷ്ടകാലത്തിന് ആദ്യത്തെ അടി കൊള്ളുന്നത് ഒരു SI-ക്കാണ്. അയാൾ തടയാൻ വന്ന SI-ക്ക് അടി കിട്ടി തലയ്ക്ക്. അയാൾ ആശുപത്രിയിൽ പോയി. ഈ കുട്ടികളെ തലങ്ങും വിലങ്ങും അടിക്കുന്നു. അതിൽ ഒരാൾ ഇപ്പോൾ MLA ആണ്, ജോസഫ് തോമസ്, AD തോമസ്. PP ചിത്തരഞ്ജനെ തോൽപ്പിച്ച ആലപ്പുഴയിൽ നിന്ന് MLA. അത് വേറെ ചരിത്രത്തിന്റെ രാഷ്ട്രീയ നിയോഗം. പക്ഷേ ഈ കേസ് അന്ന് ചാർജ് ചെയ്തു. ഇവർ പരാതി കൊടുത്തു, ചാർജ് ചെയ്തില്ല, പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ കേസ് ചാർജ് ചെയ്തില്ല. ഇവർ കോടതിയിൽ പോയി. ഈ കുട്ടികൾ കോടതിയിൽ പോയി, ഇങ്ങനെ ഞങ്ങൾക്കെതിരെ അടി കിട്ടി, ഞങ്ങളുടെ വിഷ്വൽ ഉണ്ട്, കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ഇവർ കോടതിയിൽ പോയി. കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ കോടതിക്ക് കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. കോടതി പോലീസിനോട് അന്വേഷിക്കാൻ പറ്റും. വിഷ്വൽസും CCTV വിഷ്വൽസും മീഡിയകളുടെ വിഷ്വൽസും എല്ലാം വെച്ച് കേസ് കൊണ്ടുവന്നു. ആ കേസ് കൊണ്ടുവന്നപ്പോൾ ഈ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ഒരാവശ്യവുമില്ലാതെ അവിടെ ഇറങ്ങിയതാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ഒരു റിപ്പോർട്ട് അവരുണ്ടാക്കി. ആ കേസിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിളി വന്നു. തിരുവനന്തപുരത്ത് വിളിച്ചത് ADGP അജിത് കുമാർ ആയിരുന്നു. പാവം ഈ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് ADGP-യെ കാണാൻ പോയപ്പോൾ അവരെ വല്ലാതെ ഭർഷിച്ചു. നിങ്ങളോടാരാ? ചൈത്ര തെരേസ ജോൺ എന്ന് പറയുന്ന SP-യും ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിൽ സഹായിച്ചിരുന്നു. അവർ നല്ല റിപ്പോർട്ടാണ് കൊടുത്തത്. അനാവശ്യമായിട്ടാണ് ഗവൺമെന്റ് അടിച്ചത് എന്നായിരുന്നു. അവിടെ ചെന്നപ്പോൾ ADGP-യുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അത് മുഴുവൻ മാറ്റി, കേസ് ഡയറി ഒക്കെ മാറ്റി, പുതിയ കേസ് ഡയറി എഴുതി. ഇതില്ലായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ ജീവൻ അപകടത്തിലാകുമായിരുന്നു എന്ന രൂപത്തിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊണ്ടുവരികയും അങ്ങനെ ആ റിപ്പോർട്ട് കൊടുക്കുകയും ആ കേസ് കിടക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് കേരളത്തിൽ ഭരണമാറ്റം വരുന്നത്. കേരളത്തിൽ ഭരണമാറ്റം വന്നപ്പോൾ തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായൊരു കാര്യമായി. പ്രത്യേകിച്ചും AD തോമസ് ആലപ്പുഴയിൽ നിന്ന് ജയിച്ച MLA കൂടി ആയപ്പോൾ അവരുടെ കമ്മിറ്റ്മെന്റ് കൂടി. കാരണം അല്ലെങ്കിൽ ആലപ്പുഴയിൽ ജയിക്കാനൊരു സാധ്യതയില്ല. ഈ രക്ഷാപ്രവർത്തനം കൊണ്ട് മാത്രമാണ് ആലപ്പുഴയിൽ AD തോമസ് ജയിച്ചതെന്ന് ഏതാൾക്കും അറിയാം. അങ്ങനെ വന്നപ്പോൾ വലിയ തോതിൽ അതൊരു വിഷയമായി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ SIT-യെ നിയമിച്ചു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നു. അവർ പരിശോധന നടത്തി. അതിലെ സത്യങ്ങൾ മുഴുവൻ കണ്ടെത്തിയെന്ന് മാത്രമല്ല, ഇവരെ കൊല്ലാനുള്ള വധശ്രമത്തിനുള്ള കേസ് വരെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ വടി തലയ്ക്കടി കൊണ്ടിരുന്നുവെങ്കിൽ ഇവർ കൊല്ലപ്പെടുമായിരുന്നു എന്നതാണ് സത്യം. കൊല്ലാൻ പോലും അവർക്ക് മടിയുണ്ടായിരുന്നില്ല. ആ കേസ് ആ രീതിയിൽ ചാർജ് ചെയ്തു. അപ്പോഴാണ് അതിൻ്റെ 2ാം ഘട്ടം വരുന്നത്. അവർ 2 പേർ മുൻകൂർ ജാമ്യത്തിനൊക്കെ പോയിട്ടുണ്ട്. ഇന്നലെ അവരെ എല്ലാവരെയും സർവീസിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ ഇതിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു മഹാൻ മുഖ്യമന്ത്രിക്ക് ഗവൺമെന്റായിട്ട് ഇപ്പോഴും അവിടെ നിൽക്കണേ ഞാൻ കണ്ടു. അത് മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്നു. അതുപോട്ടെ. എന്തായാലും ഈ കേസ് അട്ടിമറിച്ച ADGP അജിത് കുമാർ, MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP, അയാൾക്കെതിരെ കേസെടുക്കണം എന്നൊരാവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അയാളെ ശിക്ഷിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. ഈ അജിത് കുമാർ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്, ഒരുപാട് ചാനലുകളിൽ വന്നാണ്. അജിത് കുമാർ എപ്പോഴാണ് പ്രസിദ്ധനായത്? പൂരം കലക്കിയപ്പോഴാണ്. തൃശ്ശൂർ ഉണ്ടായിട്ടും തൃശ്ശൂർ പൂരം കലക്കാനുള്ള
സംഘടിതമായ BJPയുടെയും സംഘപരിവാറിന്റെയും ശ്രമത്തിന് കൂട്ടുനിന്ന ആളാണ് MR അജിത് കുമാർ എന്ന് അന്ന് തന്നെ പരാതികൾ ഉണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ കേൾക്കുന്നത് MR അജിത് കുമാർ 2 RSS നേതാക്കളെ അവരുടെ വീട്ടിൽ പോയി കണ്ടു. അതിനു മുമ്പ് അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വ്യക്തിപരമായ കാര്യത്തിന്, ADGP ആയിരിക്കുന്ന ആൾ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി RSSകാരനെ കാണുന്നു, ഇവിടെ വരുമ്പോൾ പൂരം കലക്കുന്നു. ഇയാൾക്കെതിരെ, അജിത് കുമാറിനെതിരെ ആരോപണം ആദ്യം ഉന്നയിച്ചത് കോൺഗ്രസ് ഒന്നുമല്ല, CPIയുടെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി PR സുനിൽകുമാറാണ്. അന്ന് പിണറായി വിജയൻ മന്ത്രിസഭയിലെ 2ാം സ്ഥാനക്കാരൻ എന്ന് പോലും പറയാവുന്ന റവന്യൂ മന്ത്രി ഒല്ലൂർ മണ്ഡലത്തിലെ MLA K രാജനാണ്. അവരൊക്കെ പൂരം നടത്തിപ്പുകാരാണ്. ഈ ആരോപണം വളരെ കൃത്യമായി പറയുകയും ഒരു നടപടിയും MR അജിത് കുമാറിനെതിരെ ഉണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ P ശശി അടക്കമുള്ള ആളുകൾ സംഘപരിവാറുമായി ഉള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഫലമായി ഇയാളെ സംരക്ഷിക്കുന്നു എന്ന വാദം CPIക്കുണ്ട്. PV അൻവർ ഇത് വളരെ നന്നായി ഇതിനു മുമ്പ് തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പോലീസിൽ സംഘപരിവാറിന്റെ സെല്ലുണ്ട് എന്ന് PV അൻവർ ആദ്യം പറഞ്ഞപ്പോൾ ആളുകൾ അത്ര വിശ്വസിച്ചില്ലെങ്കിൽ പതിയെ പതിയെ അത് വിശ്വസിക്കാൻ തുടങ്ങി. ഒരു വശത്ത് പബ്ലിക്കായി തന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു വർഗീയവാദിയെ കൂട്ടുപിടിക്കുകയും MR അജിത് കുമാറിനെ പോലെ ഒരാളെ തന്റെ ഓഫീസിൽ സംരക്ഷിക്കുകയും MR അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ DGP ആക്കാൻ കുറെ ശ്രമം നടത്തിയതാണ്. പിന്നെ അത് നടന്നില്ല. അതുകൊണ്ടാണ് റവദ ചന്ദ്രശേഖർ ഇപ്പോൾ വന്നത്. അപ്പൊ തീർച്ചയായിട്ടും MR അജിത് കുമാറിനെ ഏത് രീതിയിലും ശിക്ഷിക്കപ്പെടേണ്ട ഒരാളാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ കേസിൽ മാത്രമല്ല, പൂരം കലക്കൽ കേസിൽ മാത്രമല്ല, RSSുമായി ബന്ധം അത് അദ്ദേഹം അങ്ങനെ കാണാൻ പോയി, അതിലെന്താണ് തെറ്റ് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിക്കും അതിൽ പങ്കുണ്ട് എന്ന് പറയേണ്ടി വരും, അന്നത്തെ മുഖ്യമന്ത്രിക്ക്. അപ്പോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഒരു SP കൊടുത്തിട്ട് ആ റിപ്പോർട്ട് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ് കള്ള റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കാൻ ആരാണ് കൂട്ടുനിന്നത് എന്നറിയാൻ കേരളീയ സമൂഹത്തിന് താല്പര്യമുണ്ട്. ഇത് പറയുമ്പോഴും ഒരു കാര്യം കൂടി ഞാൻ പറയാം. MR അജിത് കുമാറിനെ അത്ര എളുപ്പം ശിക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. MR അജിത് കുമാർ എപ്പോഴും 4 കാലിൽ വീഴുന്ന പൂച്ചയാണ് എന്നറിയുക. അദ്ദേഹത്തിന് CPMവുമായിട്ട് ബന്ധമുണ്ട്, സംഘപരിവാറുമായിട്ട് ബന്ധമുണ്ട്, ചിലപ്പോൾ UDFലെ ചില നേതാക്കളുമായും ബന്ധമുണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ MR അജിത് കുമാർ രക്ഷപ്പെടാനാണ് സാധ്യത. കാരണം ഇത്ര വലിയ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഇമാതിരി കളിയൊക്കെ കളിച്ചാൽ രക്ഷപ്പെടും. പക്ഷേ അങ്ങനെ രക്ഷപ്പെട്ടാൽ അത് UDF സർക്കാരിനുള്ള ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്കായിരിക്കും. കാരണം ഇത് ഉന്നയിച്ചത് UDF തന്നെയാണ്, CPI ഉന്നയിച്ചതാണ്. ഈ ഘട്ടത്തിൽ MR അജിത് കുമാറിനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് ആഭ്യന്തരമന്ത്രിക്കുള്ള ഒരു വലിയ ബ്ലാക്ക് മാർക്കായിട്ട് വരും. അതുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തല ഇക്കാര്യം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.